ഹരിയർ ഫോർട്ട് മഹാരാഷ്ട്രയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടാണിത്. കേരളത്തിൽ നിന്നും ഒരുപാട് പേർ ട്രെയിൻ കയറി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ വരുന്നവർ അധികം മിസ് ചെയ്യുന്ന ഇതിനടുത്തുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രെക്കിംഗ് സ്പോട്ടാണ് ബ്രഹ്മഗിരി. ഹരിയർ ഫോർട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ബ്രഹ്മഗിരിയിലേക്കും അവിടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ബ്രഹ്മഗിരിയുടെ വാച്ച് ടവർ എന്നറിയപ്പെടുന്ന ദുർഗബണ്ടാറിലേക്കും ഞങ്ങൾ നടത്തിയ ട്രെക്കിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ട്രംബകേശ്വറിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ബ്രഹ്മഗിരിയുടെ ബേസിലെത്താം. ഏകദേശം 1500-ലധികം പടികൾ കയറി വേണം ബ്രഹ്മഗിരിയുടെ മുകളിലെത്താൻ. ബ്രഹ്മഗിരി ട്രെക്കിംഗ് ഡിഫിക്കൽട്ട് ആക്കുന്നതും ഈ പടികൾ തന്നെയാണ്. ഗൈസ്, ഞാൻ എണ്ണം നിർത്തി ഗൈസ്. ഈ കമ്പി തുടങ്ങുന്നത് വരെ എന്നത് 760 വരെയാണ് ഈ കമ്പി തുടങ്ങുന്നത് വരെ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ നിർത്തി. പിന്നെ എണ്ണാലും വീഡിയോ എടുക്കലും കൂടി നടക്കണില്ല ഗൈസ്. 1400 സംതിങ് പടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ല അനസ്? അങ്ങനെയാണ് അനസ് പറയപ്പെട്ടതെന്ന് പറഞ്ഞു. യെസ്, അങ്ങനെയാണ് അനസ് പറയുന്നത്. വൺ സൈഡ് ഏകദേശം 4 കിലോമീറ്ററിനടുത്ത് കാണും. ഇവിടെയുള്ള കുരങ്ങന്മാർ വളരെ അഗ്രസീവാണ്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടി. അതെ ഗൈസ്, കുറെ ആഗ്രഹിച്ചിരുന്നൊരു മഴയായിരുന്നു. തുമഞ്ഞ മായല്ലേ, ഇത് വേണമായിരുന്നു. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നതിലുപരി ഇതൊരു തീർത്ഥാടക കേന്ദ്രം കൂടിയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അമ്പലങ്ങൾ കാണാം. പാപമോചനത്തിനും മറ്റുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ് ഇവിടെ അധികവും. ബ്രഹ്മഗിരിയുടെ മുകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മഗിരി മലയുടെ ഭാഗമായിട്ട് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു മെയിൻ വ്യൂ പോയിൻ്റാണിത്.
എൻ്റെ പിറകിൽ കാണുന്ന ക്യൂബിക്കൽ ഷേപ്പിലുള്ള മലയാണ് ദുർഗ് ബണ്ടാർ. ബ്രഹ്മഗിരി ട്രക്കിങ്ങിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒന്നാണ് ദുർഗ് ബണ്ടാർ. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ നടന്നു വേണം നമുക്ക് ദുർഗ് ബണ്ടാർ വ്യൂ പോയിന്റിലേക്ക് പോകുവാൻ. ദുർഗ് ബണ്ടാറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതോ ട്രെക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയില്ല. ബ്രഹ്മഗിരി മല കയറുന്നവരിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇത് കാണുവാൻ വേണ്ടി വരുന്നത്. ആ ടിപ്പിലായിരുന്നു നമ്മൾ നേരത്തെ ഇരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ദുർഗ് ബണ്ടാർ എന്ന സ്ഥലത്തിലേക്ക് താഴത്തേക്ക് ഇറങ്ങി. ഏകദേശം 40 ഡിഗ്രി താഴ്ചയിലാണ് ഇവിടുത്തെ ഈ പടികളുള്ളത്. ബ്രഹ്മഗിരിയുടെ വാച്ച് ടവർ എന്നറിയപ്പെടുന്ന ദുർഗ് ബണ്ടാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ക്യൂബിക്കൽ ആയിട്ടുള്ള ഷേപ്പും പിന്നെ 2 മലകളെ ബന്ധിപ്പിക്കുന്ന ഈ ബ്രിഡ്ജുമാണ്. അവിടെ ഇങ്ങനെ ഒരു കവാടമുണ്ട്. എന്താ പാടിയ കഥ അതങ്ങനെ ഇറങ്ങാൻ പറ്റും തോന്നണം. പോയി നോക്കാം എന്തായാലും. നമ്മളൊരു കവാടം കണ്ടില്ല, ഇങ്ങനൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഫോട്ടോ പോയില്ലേ? ഇന്നലെ തുടങ്ങിയ കയറ്റാണ്. ആക്കുന്നില്ല ഗൈസ്. കൈമണ് ആദ്യം കയറി അവിടുന്ന് ഇങ്ങനെ ചുറ്റിട്ട് കൊന്ന് കുറേ ദൂരം നമ്മൾ സഞ്ചരിച്ച് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അതിങ്ങനെ വന്ന് ഇവിടെ കൂടി കയറി ഈ പോയിന്റിലെത്തി. തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവ്. കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒന്നിനെ യാദൃച്ഛികമായി കണ്ടതിൻ്റെ ഒടുക്കത്തെ എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ എനിക്കുണ്ടായിരുന്നു. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. എല്ലാ ദിവസവും എറണാകുളത്തിൽ നിന്ന് വരുന്ന മംഗള ലക്ഷദ്വീപ് ട്രെയിനിന് നാസിക്കിൽ സ്റ്റോപ്പുണ്ട്. സ്ലീപ്പർ ആണെങ്കിൽ ഏകദേശം 650 മുതൽ ചാർജ് ഉണ്ടാകും. നാസിക് റോഡിൽ നിന്നും ട്രംബകേശ്വരിലേക്ക് ബസ് വഴിയോ അല്ലെങ്കിൽ ഷെയർ ടാക്സി വഴിയോ പോകാം. ട്രംബകേശ്വരിയിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ട്രംബകേശ്വരിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ബ്രഹ്മഗിരി ബേസിലെത്താം. ഹരിയർ ഫോർട്ട് കാണുവാൻ വരുന്നവരും ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നല്ലത്. കാരണം ട്രംബകേശ്വരിയിൽ റൂംസൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മളങ്ങനെ ദുർഗ് ബണ്ടാർ കണ്ട് ഞാൻ ഒരു മലയാണ് കയറേണ്ടത്. പക്ഷെ അത് നമ്മൾ കയറുന്നില്ല. അത് ആ ഒരു പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത്. അതിന് പ്രധാന കാരണം ഒന്നും ടയേർഡായി, പിന്നെ സമയമില്ല. ഇപ്പോൾ ഏകദേശം 11:30 12 മണിക്കായി നമുക്ക് റൂം ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് കയറി ഒരുപാട് സമയമെടുക്കും. അത് പിന്നീട് എന്നെങ്കിലും ഇൻഷാ അല്ലാഹ്. സോ ഗൈസ്, ഇവിടെ വേറൊരു വഴി കാണുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ ദുർഗ് ബണ്ടാറിൻ്റെ അവിടെ മലൻ്റെ സൈഡിൽ ഒരു കവാടം കണ്ടില്ലേ എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴിയെന്ന് തോന്നുന്നത്. എന്തായാലും അങ്ങോട്ട് പോകാനുള്ള സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ട് നമ്മൾ താഴോട്ട് തന്നെ പോകുന്നു.